കൊല്ലം തുഷാര കൊലക്കേസിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനും ജീവപര്യന്തം. പ്രതികളായ ഭർത്താവ് ചന്തുലാലിനും ഭർത്തൃമാതാവ് ഗീതാലാലിക്കും ശിക്ഷ വിധിച്ചത് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി. 2019 സ്ത്രീധനത്തിന്റെ പേരിൽ തുഷാരയെ കൊലപ്പെടുത്തിയത് പട്ടിണിക്കിട്ട്. 28-കാരിയായ തുഷാർ മരിക്കുമ്പോൾ ഭാരം വെറും 21 കിലോ മാത്രം. കേസ് രാജ്യത്ത് തന്നെ ആദ്യം. ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ റാപ്പർ വേടൻ അറസ്റ്റിൽ. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയത് 6 ഗ്രാം കഞ്ചാവ്. വേടൻ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് കസ്റ്റഡിയിൽ. ലഹരി ഉപയോഗിച്ചെന്ന് വേടൻ സമ്മതിച്ചതായി പോലീസ്. ആളും ആളുടെ സഹപ്രവർത്തകരും ഡ്രഗ്സ് ഉപയോഗിച്ചായിട്ട്, അതായത് കഞ്ചാവ് ഉപയോഗിച്ചായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഒരു 6 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ട് ബാക്കിയുള്ള നിയമപരമായ നടപടി സ്വീകരിക്കും. ഇടുക്കിയിൽ സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷ പരിപാടിയിൽ വേടന്റെ റാപ്പ് ഷോ ഒഴിവാക്കി. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ബാസിയെയും എക്സൈസ് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യൽ ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ. കൊച്ചിയിലെ മോഡൽ സൗമ്യയും ചോദ്യം ചെയ്യലിന് ഹാജരായി. ചോദ്യം ചെയ്യൽ തസ്ലീമയുമായുള്ള സാമ്പത്തിക ഇടപാടിൽ വ്യക്തത വരുത്താൻ. തൃശൂർ ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതി പിടിയിൽ. പിടിയിലായത് എറണാകുളം സ്വദേശി നാരായണദാസ്. പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്തത് ബംഗളൂരുവിൽ നിന്ന്. നാരായണദാസ് എന്തിനു ചെയ്തുവെന്ന് പുറത്തുവരണമെന്ന് ഷീല സണി. ഫ്രാൻസിൽ നിന്ന് 26 റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാൻ ഇന്ത്യ. 63,000 കോടിയുടെ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു. വാങ്ങുന്നത് റഫാലിന്റെ നാവിക പതിപ്പ്. വിമാനവാഹിനിയായ INS വിക്രാന്തിൽ റഫാൽ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കും. റഫാൽ വാങ്ങുന്നത് റഷ്യൻ നിർമ്മിത മിഗ് K-29 വിമാനങ്ങൾക്ക് പകരമായി. പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരെ സുരക്ഷാസേന കണ്ടെത്തിയെന്ന് സൂചന. ആക്രമണം നടത്തിയവരും സുരക്ഷാസേനയുമായി കശ്മീരിലെ തെക്കൻ വനമേഖലയിൽ ഏറ്റുമുട്ടിയെന്ന് വിവരം. ഡൽഹിയിൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യക്കൊപ്പമെന്ന് ആവർത്തിച്ച അമേരിക്ക. പാകിസ്ഥാന് ചൈന പിന്തുണ പ്രഖ്യാപിച്ചതിൽ കടുത്ത അതൃപ്തിയുമായി ഇന്ത്യ. അതിർത്തിയിൽ പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ. മലപ്പുറത്ത് തെരുവുനായയുടെ കടിയേറ്റ 5.5 വയസ്സുകാരിക്ക് പേവിഷബാധ. കുട്ടി ഗുരുതരാവസ്ഥയിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പേവിഷബാധ പ്രതിരോധ വാക്സിൻ എടുത്ത കുട്ടിക്ക്. പെരുവള്ളൂർ സ്വദേശിയായ കുട്ടിക്ക് നായയുടെ കടിയേറ്റത് കഴിഞ്ഞ 29-ന്. തിരുവനന്തപുരത്ത് 4 ബോംബ് ഭീഷണി. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ക്ലിഫ് ഹൗസ്, രാജ്ഭവൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ. സന്ദേശം എത്തിയത് ഇമെയിലിൽ. വ്യാജ സന്ദേശമെന്ന നിഗമനം. ഉത്തർപ്രദേശിൽ മണ്ണിടിച്ചിലിൽ 5 സ്ത്രീകൾ മരിച്ചു. 2 സ്ത്രീകൾക്ക് പരിക്ക്. അപകടം ഇഷ്ടിക നിർമ്മാണത്തിന് മണ്ണ് കുഴിച്ചെടുക്കുന്നതിനിടെ. കാസാംബി ജില്ലയിലെ തിക്കാർത്തി ഗ്രാമത്തിലാണ് അപകടം.